ഇന്ത്യൻ ആർമി. ഹലോ ഗായ്സ്, ഐ ആം അബു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളിന്നിപ്പോൾ ആർമി ക്യാമ്പ് പോവാണ്. ഇവിടെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് ആർമി ക്യാമ്പ്. അതിൻ്റെ മാനേജർ മലയാളിയാണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം പോണ വഴിയാണോ. പോണ വഴി പറഞ്ഞാൽ ഇപ്പോൾ ആ 2 മലേൻ്റെ നേരെ അപ്പുറം സ്നോഫാളും എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് അവിടെ ഒന്നും കാണാനില്ല. പിന്നെ പറഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ ക്യാമറ അലോഡാണോ അല്ലേന്നും എനിക്കറിയില്ല. കണ്ട സ്നോഫാൾ കണ്ടില്ലെങ്കിൽ സ്നോഫാൾ ഇതാ. അപ്പം ഇനി അവിടെ ക്യാമറ അലോഡാണോ എന്താണോ അതൊന്നും എനിക്കറിയില്ല. പോണ വീഡിയോ ആണ് എടുക്കണ്. ബാക്കിയുള്ളതെല്ലാം വന്നിട്ട് അതിനനുസരിച്ചിട്ട് കാണാം. ഇത് ഫുള്ളൊരു ഫോറസ്റ്റാണ്. 2 പാദം ഫുള്ള് ഫോറസ്റ്റ് കണ്ടില്ലേ. ഇപ്പം മഞ്ഞെല്ലാം കാണുന്നില്ലേ. ഇവിടെ ഫുള്ള് മഞ്ഞായിട്ടുണ്ട്. അത് സ്നോഫാളാണ് ആ മലയുടെ നേരെ മേലെ. അതേപോലെ ഇപ്പോൾ ഇത് ഫുള്ള് ഡ്രൈ ആയി വരുന്നുണ്ട്. അതാ മഞ്ഞതാ. നമ്മളിപ്പോൾ ഒരാളോട് ദർദപൂരം എങ്ങനെ പോവാ ചോദിച്ചപ്പോൾ ആളെ നമുക്ക് ഷോർട്ട് കട്ട് പറഞ്ഞെന്നാണ്. ഇത് പറഞ്ഞപ്പോൾ ആപ്പിളാണ്, പക്ഷെ ഇത് ഫുള്ള് ആപ്പിളിൻ്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊന്നും അറിയില്ല. അത്യാവശ്യം ദൂരമുണ്ട്. അങ്ങനെ ഇപ്പോൾ നല്ല അടിപൊളി സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗായ്സ്. സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പുറം ഫുള്ള് മൗണ്ടെയിനും പിന്നെ ആപ്പിൾ തോട്ടം. ഫുള്ള് ആപ്പിൾ തോട്ടമാണ്. പക്ഷെ ആപ്പിളെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു വില്ലേജ് ഏരിയ ആണ്. നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം വില്ലേജ് ഏരിയ ആണെന്ന്. ഇവിടെയാണ് നമ്മൾ ഇന്ത്യൻ ആർമിൻ്റെ ഏതോ ഒരു ക്യാമ്പിൻ്റെ പേരൊന്നും അറിയില്ല. ഇന്ത്യൻ ആർമിൻ്റെ ക്യാമ്പ്. എന്നിട്ട് ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ എത്തി. നല്ല വ്യൂ ആണ്. വ്യൂ പറഞ്ഞാൽ നല്ല വ്യൂ. ഞങ്ങൾക്കിപ്പോൾ എവിടേക്കാ പോകേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ആൾക്കാരോട് ചോദിക്കണം. എന്നിട്ട് പിന്നെ ആർമി ക്യാമ്പിൽ പോകണം. ഇനിയും തോനെ പോവാണ്ട്. അങ്ങനെ പിന്നെ നമ്മളവിടെ നിന്ന് വണ്ടി എടുത്തു. ഇതൊന്നും ഇപ്പോൾ ആപ്പിളായിട്ടില്ല. ഈ ആപ്പിളൊന്നും Why are you putting leg here? When we come back, na, you will drop here. We will put some photos here. Oh, yes. Here is army camp. Boy, what you call major? Oh, call him, yaar. ഇവിടെ 2 ചൂതിരിയുണ്ട്. ബാക്കിയുള്ളതൊന്നുമില്ല. നല്ല വ്യൂ. ഇവിടെ ഫുള്ള് സ്നോ ആവും. ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് വരുന്നില്ലേ. ഇനി അതേപോലെ ഈ പച്ചിപ്പോൾ ഫുള്ള് പോവും. അപ്പോഴും പിന്നെ ഇവിടെ സ്നോഫാൾ പെയ്യലുണ്ടാവുക. നമ്മളിപ്പോൾ ആർമി ക്യാമ്പിൽ നിന്ന് എല്ലാം ഇറങ്ങി. അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒരാളെ പെർമിഷനൊന്നുമില്ല. അപ്പം അങ്ങനെ തിരിച്ച് റൂം പോകണം ഗൈസ്. ഇനി നമ്മൾ വണ്ടീൻ്റെ ആണ്ട് പോവാണ്. ഇവിടുത്തെ വ്യൂ എല്ലാം പറഞ്ഞാൽ അടിപൊളിയാണ്. ആർമി ക്യാമ്പിൻ്റെ ഉള്ളിൽ സാറിനോട് വെച്ചപ്പോൾ സാറ് പറഞ്ഞ് മാനേജർ സാറ് പറഞ്ഞ് വീഡിയോ ഒന്നും എടുക്കണ്ട, ഇവിടുന്ന് പുറത്തെ വ്യൂ മാത്രം എടുത്താൽ മതി, ഉള്ളത്തെ വ്യൂ ഒന്നും എടുക്കാൻ പറ്റൂല. പിന്നെ ആർമി ക്യാമ്പും അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ വണ്ടിൻ്റെ അവിടെ എത്താനായി. ഇതാണിപ്പോൾ ഈ ആർമി ക്യാമ്പത്ത് പോവാനുള്ള റോഡ്. അവിടുത്തെ ഇപ്പോൾ ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ മേലെ പോയ സ്നോഫാളുണ്ട്. പക്ഷെ അത് 6 മണിക്കൂർ പിടിച്ചെന്നാണ് പറയുന്നത് ട്രെക്കിങ്ങെല്ലാം ചെയ്ത് അവിടെ എത്താൻ. ഇതാണ് ഇന്ത്യൻ ആർമി ക്യാമ്പ് ഗൈസ്. ചേരി തിരിച്ച് റൂമിൻ്റെ ആണ് പോകണം. അപ്പം നല്ല വ്യൂ ആണ്. എന്താ വ്യൂ! ഇതിപ്പോൾ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, പക്ഷെ അതിൽ വാട്ടർഫാൾസ് ഒന്നും വരുന്നില്ല. തിരിച്ച് റൂമിൻ്റെ ആണ്ട് പോണ വ്യൂ ആണ്. നല്ല വ്യൂ അല്ല ഗൈസ്.
ഇത് ഫുള്ള് ഇപ്പോൾ ക്രിസ്മസ് ട്രീ ആണല്ല. ഇവിടെ ഫുള്ള് കണ്ട ഇതിപ്പോ അവിടുത്തെ എല്ലാം മരം ഇങ്ങനെ തൊഴിഞ്ഞു പോകണ്ടല്ലോ, അങ്ങനെ എല്ലാം പോകുന്നാണ് പറയല് മാനേജർ. ഇവിടെ വാട്ടർഫാൾസ് ഉണ്ട്, പക്ഷെ അതില് വെള്ളമൊന്നുമില്ല. ഇത് പിന്നെ 2 മസ്ജിദ്, ഇത് പിന്നെ വാൾനട്ട് ട്രീ ആണ്. ഇവരുടെ വെല്ലിപ്പണ്ട്, വെല്ലിപ്പാന്റെ ഡ്രസ്സെല്ലാം കണ്ടില്ലേ, എന്താ വ്യൂ വ്യൂ നോക്കി. ഇവിടെ ഫുള്ള് സ്നോ പറഞ്ഞാല് ഫുള്ള് സ്നോ. ഒരു വണ്ടി വന്നു, അപ്പൊ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട്, അത്ര ചെറിയ റോഡാണ്. ഇത് ഫുള്ളാണ്ട് ആപ്പിൾ തോട്ടം, ഫുള്ള് ആപ്പിൾ തോട്ടം. ഇതാണ് വില്ലേജ് റോഡ്. ഇത് പറഞ്ഞാൽ നല്ല ഡേഞ്ചർ റോഡാണ്. ഇവിടുന്ന് വേറെ 20 കിലോമീറ്റർ ഉള്ളു പാകിസ്ഥാൻ ബോർഡർ. അത് വേറെ കാര്യം. ഇപ്പൊ ഞങ്ങള് ആർമിന്റെ അവിടെ നിന്ന് വരുമ്പോൾ 15 കിലോമീറ്റർ കഴിഞ്ഞ് നേരെ ബോർഡറായി. അപ്പൊ അത്ര അടുത്താണ് ഞങ്ങൾ പോയിന്ന്. അവിടെ എത്തിയപ്പോഴാണ് ഈ ചായലത്ത് എന്നോട് പറഞ്ഞ്, അപ്പോ നമ്മളിപ്പോ ഇവിടെ മേജർ അടുത്തല്ലേ, നമുക്ക് എപ്പോഴും യുദ്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളത് ആദ്യം പേടിച്ച് ചായ്സ്. പിന്നെ എന്തുണ്ടല്ലോ നമ്മുടെ ഇന്ത്യൻ ആർമി ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനിപ്പോ ഇവിടുത്തെ വില്ലേജത്തെ ഒരു ടൗണിലെത്തി നമ്മള്. ഇവിടെ എത്തിയപ്പോ നല്ലൊരു റോഡും എല്ലാം കണ്ട് അതേപോലെ ഫീൽ ആവുന്നുണ്ട്. ഫുള്ള് ഇതേപോലെ മൗണ്ടെയിൻ ആണ്, ഫുള്ള് മൗണ്ടെയിൻ. മുട്ട തിന്നു പോലെ ഫുള്ള് മൊട്ടായി വരുന്നുണ്ട് ഇപ്പൊ. ഇവിടെ ആദ്യം ഫുള്ള് പച്ചപ്പുണ്ടായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ഡബയുടെ മൊട്ടായി വരും. അതായത് സ്നോഫാൾ ആയി എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നമ്മളിപ്പോ തിരിച്ച് പാണ്ടിപ്പുരയിലെത്തി നമ്മളെ റൂമിൻ്റെ ആണ്ട് പോവാണ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഓക്കെ ശരി, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ ശരി, ബൈ.